ലിങ്ക് ബേസിൽ ഈസി ആയിട്ട് നമുക്ക് കോഴ്സ് എക്സിറ്റ് സർവേ ചെയ്യാം. സോ മാനേജ് സർവേ എടുക്കുക, പുതിയൊരു കോഴ്സ് എക്സിറ്റ് സർവേ ക്രിയേറ്റ് ചെയ്യുക, ദെൻ അതിലേക്ക് ആഡ് ഓർ ക്രിയേറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിൽ നമുക്കൊരു സാമ്പിൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്, എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. സോ ഈ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെയായിരിക്കും കിട്ടുന്നത്. സോ അതിൽ നമ്മൾ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുക. ദെൻ ടൈപ്പ് MCQ, ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ കോഴ്സിൻ്റെ COസും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്സും CO പെർസെൻറ്റേജും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ സേവ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബ്രൗസ് ചെയ്ത് ആ ഫയലിനെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇനി മാനേജർ സർവേയിൽ വ്യൂ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് കോഴ്സ് എക്സിറ്റ് സർവേയിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെമ്മിലെ കോഴ്സിന് ജസ്റ്റ് ഈ കോഴ്സ് ഔട്ട്കം മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാം സെയിം തന്നെ ആയിരിക്കും. സോ ഇങ്ങനെ ഈസി വേയിൽ നമുക്ക് കോഴ്സ് എക്സിറ്റ് സർവേ ചെയ്യാവുന്നതാണ്.